ഹലോ, വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എൽ ജി എസിനും അല്ലെങ്കിൽ ബെപ്കോ എൽ ഡി സിക്കും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മളതിന് അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പം അറിയായിരിക്കും, നമ്മുടെ വെബ്സൈറ്റിൽ PSCയുടെ വെബ്സൈറ്റിൽ കൺഫർമേഷൻ വന്നിട്ടുണ്ട്, എക്സാം ഡേറ്റും വന്നല്ലേ. അപ്പോൾ എക്സാം ഡേറ്റ് അറിഞ്ഞിട്ട് ഞാൻ പഠിച്ചു കൊള്ളാം, എക്സാം ഡേറ്റ് കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കാമെന്നും പറഞ്ഞ് നോക്കിയിരിക്കുന്ന ആൾക്കാർക്കൊക്കെ എക്സാം ഡേറ്റ് വന്നു. ഇനിയും പഠിക്കാതിരിക്കുകയാണെങ്കിൽ എക്സാം എഴുതാൻ പോകണ്ട, അല്ലെങ്കിൽ ചുമ്മാ പോയി എഴുതിയിട്ട് ചുമ്മാ തിരിച്ചു വരാനാണെങ്കിൽ പൊക്കോ, അതേ കാര്യമുള്ളൂ. കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് മുതൽ കറക്റ്റ് 84-83 ദിവസമുള്ളൂ പരീക്ഷയ്ക്ക്. ഇന്ന് മുതൽ കറക്റ്റായിട്ട് നമ്മുടെ അധ്വാനിക്കുവാണെങ്കിൽ, അതായത് നമ്മുടെ പഠിത്തമാണല്ലോ അധ്വാനം, നമ്മൾ പഠിക്കുകയാണെങ്കിൽ, നമ്മൾ നന്നായിട്ട് എഫേർട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് പ്രിലിംസിന്, ബെപ്കോ LDക്കും LGSനും ഒക്കെ കയറാൻ പറ്റും. അപ്പൊ പ്രിലിംസ് പാസ്സാവാതെ നമുക്ക് എന്തായാലും മെയിൻസ് എഴുതാൻ പറ്റില്ലല്ലോ. അപ്പൊ പ്രിലിംസ് ആദ്യം നോക്കുക, അതിനുശേഷം മെയിൻസ്, അങ്ങനെ വിചാരിക്കുക. അപ്പം പ്രിലിംസ് നോക്കുന്ന ആൾക്കാർക്ക് LGS ക്രാക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. LGSന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു മോക്ക് ടെസ്റ്റ് പോലെയൊക്കെ, അപ്പം നമുക്കറിയാം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പം ബെപ്കോ LDCയുടെ അല്ലെ LGSന്റെ കൺഫർമേഷൻ PSC വെബ്സൈറ്റിൽ നമ്മൾ 1 ടൈം രജിസ്ട്രേഷൻ വഴി അപ്ലൈ ചെയ്തിരിക്കുന്ന PSCയുടെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. 22/4/2026 മുതൽ 11/5/2026 വരെ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാം. അതായത് മെയ് മാസം 11-ാം തീയതി വരെ കൺഫർമേഷൻ കൊടുക്കാം. ഇപ്പോൾ ഓൾറെഡി കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് ആയിട്ടുണ്ട്, തുടങ്ങിയിട്ടുണ്ട്. അതുവരെ കൺഫർമേഷൻ കൊടുക്കാം. ലാസ്റ്റത്തേക്കൊന്നും ആരും ഇരിക്കണ്ട, ലാസ്റ്റത്തേക്കൊക്കെ ഇരുന്നാൽ ഭയങ്കര തിരക്കായിരിക്കും. എന്തിനാ വെറുതെ പിന്നെ ക്ലാഷും സംഭവങ്ങളും ഒക്കെ ആയി എന്തെങ്കിലും സൈറ്റ് പ്രോബ്ലം എന്തെങ്കിലും വരുന്നത്, മാക്സിമം നേരത്തെ കൊടുക്കാൻ നോക്കുക. ഇനി ലാസ്റ്റത്തേക്ക് കൊടുക്കാതിരിക്കുന്നവർക്ക് അങ്ങനെ കൊടുത്താലേ താല്പര്യം, എനിക്ക് അങ്ങനെ കൊടുത്താലേ തൃപ്തിയാവുള്ളൂ എന്ന് വിചാരിക്കുന്ന ആൾക്കാർ അപ്പൊ കൊടുത്താൽ മതി കേട്ടോ. എക്സാം ഡേറ്റ് എന്നാ? അപ്പം നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന എക്സാം ഡേറ്റ് എന്നാ? 18/7/2026 ജൂലൈ 18-നാണ് നമ്മളെല്ലാവരും നോക്കിയിരിക്കുന്ന ആ ബെപ്കോ LDCയുടെ അല്ലെങ്കിൽ LGSന്റെ പ്രിലിംസ് എന്ന് പറയുന്നത് 18/7/2026. ഇന്ന് ഏപ്രിൽ 25-ാം തീയതിയാണ്. ഇന്ന് ഏപ്രിൽ 25-ാം തീയതിയാണ്. ഏപ്രിൽ 25 മുതൽ ജൂലൈ 18 വരെ എത്ര ദിവസമുണ്ടെന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഏകദേശം 84-83 ദിവസത്തോളമാണ് വരുന്നത്. ആ ദിവസം വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് വെച്ച് പോർഷൻസ് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ നിങ്ങളൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക. എങ്കിൽ മാത്രമേ ഇനി ഇത്രയും ദിവസം കൊണ്ട് ചുമ്മാ കുറച്ച് നേരമൊന്നും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കയറാൻ പറ്റില്ല കേട്ടോ. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നാളെ രാവിലെ മുതൽ എല്ലാ ദിവസവും രാവിലെ ഒരു ഇതിടുന്നതായിരിക്കും. ഞാൻ ഇനി മുതലുള്ള 80 ദിവസത്തെ ടൈം ടേബിൾ വെച്ചിട്ട് എങ്ങനെയാണ് എൻ്റെ സ്റ്റഡി പ്ലാൻ, ഞാൻ ഒരു ദിവസം എത്രയൊക്കെയാണ് പഠിക്കുന്നതെന്ന് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പോൾ താല്പര്യമുള്ളവർ അത് ഫോളോ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് ആവശ്യം പോർഷൻസ് കവർ ചെയ്ത് കിട്ടും. നിങ്ങൾ നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ എന്തോരം പഠിക്കും, നിങ്ങൾ എത്ര നേരം നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ നിങ്ങൾക്കേ അറിയത്തുള്ളൂ. അതനുസരിച്ച് നിങ്ങൾ ഒരു ദിവസം ഇത്ര മണിക്കൂർ ഞാൻ പഠിക്കും, ഇന്ന സബ്ജക്റ്റ് പഠിക്കുമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. സിലബസ് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇനി നമുക്ക് സമയമില്ല, സിലബസ് വ്യക്തമായിട്ട് മനസ്സിലാക്കി അതിൻ്റെ ഒരു പ്രിന്റ് എടുത്ത് നിങ്ങളുടെ കയ്യിൽ വെക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. അല്ലാതെ ഫോണിൽ നോക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പുറകെ പോകും. പിന്നെ ഫോണിൽ ആരെങ്കിലും വിളിക്കാനോ സംസാരിക്കാനോ അല്ലെങ്കിൽ റീൽസ് കാണാനോ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെയൊന്നും കളയാൻ നമ്മുടെ കയ്യിൽ ഇനി സമയമില്ല. നമ്മൾ മാക്സിമം വർക്ക് ചെയ്യുക. വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പം ആദ്യം സിലബസ് മനസ്സിലാക്കുക. സിലബസ് അറിഞ്ഞിട്ടുള്ള ആഴത്തിലുള്ള പഠനമാണ് നമുക്ക് 10th ലെവൽ പ്രിലിംസിനും LGSനും ഒക്കെ എല്ലാ സബ്ജക്റ്റുകളുടെയും ബേസ് ആണ് പൊതുവെ ചോദിക്കാറ്.
അപ്പോൾ നമുക്കൊരു പി വൈക്യു ഒക്കെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു പി വൈക്യു രണ്ടാമതായിട്ട് ഒരു പി വൈക്യു അനലൈസ് ചെയ്യുക. അപ്പം പി വൈക്യു അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ആഴത്തിലാണോ പഠിക്കേണ്ടത്, അതോ എങ്ങനെയാണ് ചോദിക്കുന്നത്, ഡീപ്പായിട്ട് ചോദിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ പി വൈക്യു അനലൈസ് ചെയ്ത് കഴിഞ്ഞ് നോക്കി കഴിയുമ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ബേസ് പഠിക്കുക, അല്ലെങ്കിൽ ഡീപ്പായിട്ടാണെങ്കിൽ ഡീപ്പായിട്ട് പഠിക്കുക. അത് 2024 തൊട്ട് 26 വരെയുള്ള ഇത് ഇങ്ങോട്ട് വയ്ക്കാതെ അതിൻ്റെ ബാക്കിലേക്ക് ഇപ്പം നോക്കണ്ട. ഹോട്ട് ടോപ്പിക്സ് അതിൻ്റെ അകത്ത് നോട്ട് ചെയ്ത് വെക്കണം. എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻസ് വരുന്ന പോർഷൻസ് നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഒരു സെൽഫ് നോട്ട് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അതിപ്പം നിങ്ങൾക്ക് എഴുതാൻ സമയമില്ലെങ്കിൽ പ്രിന്റഡ് നോട്ട്സ് ആണെങ്കിലും മതി, അല്ലെങ്കിൽ ഗൈഡ് ആണെങ്കിലും മതി. പക്ഷേ നിങ്ങൾ പഠിക്കുന്ന പോയിന്റ്സ് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കണം. ചുമ്മാ ചവറ് പോലെ കുറേ ഗൈഡ്സിൽ മൊത്തം പഠിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന ഏതെങ്കിലുമൊക്കെ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാർക്ക് ചെയ്ത് വെച്ചിട്ട് അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. അല്ല എവിടുന്നെങ്കിലും നല്ല നോട്ട്സ് കിട്ടുകയാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുക്കുക. പി വൈക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ മാർക്ക് കുറഞ്ഞ ഒരു പി വൈക്ക് എടുത്ത് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞാൽ നിങ്ങളുടെ കോൺഫിഡൻസ് തകർന്നു പോവില്ല എന്നുള്ളവർ മാത്രം അത് ചെയ്യുക. ഇതിപ്പോൾ എൻ്റെ ലെവൽ അറിയാനാണ്, ഞാൻ എത്ര എഫേർട്ട് ഇടണം എന്ന് നിങ്ങൾക്ക് സ്വയം അറിയാനാണെങ്കിൽ ഒരു പി വൈക്ക് എടുത്ത് വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ട് ഒരു മാസം നന്നായി കഷ്ടപ്പെട്ട് പഠിച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. ഇനി അതല്ല, എനിക്ക് ഒട്ടും മാർക്കില്ല, ഞാൻ പരീക്ഷ എഴുതാൻ പോകാനായിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ കോൺഫിഡൻസ് ലെവൽ താഴെ പോകുന്നുള്ളവർ അതിന് മുതിരണ്ട. പഠിച്ച് ഒരു മാസം കഴിഞ്ഞപ്പോൾ OMR ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. അടുത്തത് SCRT ചാപ്റ്റേഴ്സിൻ്റെ പഠിക്കണം. LGS ചോദിക്കുന്ന SCRT 5 മുതൽ 10 വരെയുള്ള പഠിക്കാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രസ്താവന ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ള SCRT ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ട് ആ ചാപ്റ്റേഴ്സ് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇനി ആ ചാപ്റ്ററുകൾ നോക്കിയിട്ട് വേറെ ചാപ്റ്റേഴ്സ് നോക്കിയാൽ മതി. അതിനുള്ള സമയമുള്ളൂ. ആ ചാപ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നോക്കിക്കോ, നല്ലതാണ്. അല്ലാത്ത പക്ഷം ഈ ചാപ്റ്റേഴ്സ് നോക്കിയാൽ മതി. ഈ ചാപ്റ്റേഴ്സ് നോക്കിയിട്ട് ബാക്കി ഇത് ചെയ്യുക. OMR ടെസ്റ്റ് ചെയ്യുക. OMR ടെസ്റ്റ് ചെയ്യുക. OMR ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ക്വസ്റ്റ്യൻ ആ ആൻസർ വരാനുള്ള റീസൺ എന്താ അത് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പം ആ ആൻസർ വരാനുള്ള റീസൺ കണ്ടുപിടിച്ചിട്ട് അത് ലോജിക്കലായിട്ട് ചിന്തിച്ച് ആൻസർ ചെയ്യാൻ ചിന്തിക്കണം. ചുമ്മാ കറക്കി കുത്താതെ നമ്മൾ ഇച്ചിരി ലോജിക്കലായിട്ടൊക്കെ ചിന്തിച്ച് ആൻസറുകൾ മാർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടി മാർക്ക് കിട്ടും. മൊത്തം പഠിച്ചിട്ട് പോയി നമുക്ക് ഇപ്പം റാങ്ക് ലിസ്റ്റിൽ കയറാം, അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എടുക്കുക, ഈ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസ് എന്താണ് ഇത് കൊടുത്തിരിക്കുന്നത്, ഈ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻസ് ഇവിടെ ഇടാൻ കാരണം എന്താണ്, ഈ ക്വസ്റ്റ്യൻ ഈ ആൻസർ വരാൻ കാരണം എന്താണ്, അങ്ങനെയൊക്കെയുള്ള ലോജിക്കലായിട്ട് ചിന്തിച്ച് വേണം നമ്മൾ ഓരോ ക്വസ്റ്റ്യനും മാർക്ക് ചെയ്യാൻ. അപ്പം എന്തുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ വന്നു, എന്തുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ അവരിട്ടു, എന്തുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആൻസർ വന്നു എന്ന് കണ്ടുപിടിക്കുക. അപ്പം മാക്സിമം പരീക്ഷ അറ്റൻഡ് ചെയ്യുക. മൈനസ് മാർക്ക് കുറയ്ക്കാം, പരീക്ഷാ ഹാളിലെ സമ്മർദ്ദം കുറയ്ക്കാം. അതാണ് മാക്സിമം പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മൈനസ് മാർക്കും കുറയ്ക്കും. പരീക്ഷാ ഹാളിൽ ഇപ്പം നമ്മൾ എത്ര വർക്ക് ചെയ്താലും പരീക്ഷാ ഹാളിൽ ചെന്ന് നമ്മൾ ഉഴപ്പിയാൽ തീർന്നില്ലേ. അപ്പം മാക്സിമം അറ്റൻഡ് ചെയ്താൽ 1.25 മണിക്കൂറും കൊണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യണം. അല്ലാതെ ചുമ്മാ അറ്റൻഡ് ചെയ്യരുത്. നമ്മളൊരു PSC ഇതിൻ്റെ അകത്ത് ഹാളിൽ കയറുമ്പോൾ കാണിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും അനുസരിച്ച് മാക്സിമം അറ്റൻഡ് ചെയ്യുക. അപ്പം നമുക്ക് പരീക്ഷാ ഹാളിലെ സമ്മർദ്ദവും കുറയ്ക്കാൻ കറക്റ്റ് സമയത്ത് ചെയ്തും തീർക്കാം. നമുക്ക് മൈനസ് കുറയുകയും ചെയ്യും. പിന്നെ പഠിക്കാൻ എടുക്കുന്ന ഇതിൻ്റെ അകത്ത് മാത്സും കറണ്ട് അഫയേഴ്സും മലയാളവും SCRT ചാപ്റ്റേഴ്സും മാക്സിമം ഒരാഴ്ചയിൽ 4 ദിവസമെങ്കിലും ആഡ് ചെയ്യാൻ ശ്രമിക്കുക. കറക്റ്റായിട്ട് ടോപ്പിക്സ് നോക്കിയിട്ടാണ് വേർതിരിക്കേണ്ടത്. അപ്പം വേർതിരിച്ച് മാത്സൊക്കെ മാക്സിമം PYക്ക് വർക്കൗട്ട് ചെയ്താൽ നമുക്ക് 20 മാർക്ക് ചെയ്യാൻ പറ്റും. കറണ്ട് അഫയേഴ്സിന് 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതും നമുക്ക് ശ്രമിച്ചാൽ നേടാൻ പറ്റും. അതുപോലെ മലയാളവും SCRT ചാപ്റ്റേഴ്സും ഒക്കെ പ്രസ്താവന ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ നമുക്ക് സഹായം ചെയ്യും.
അപ്പോൾ ഇനി നമുക്ക് കളയാൻ ടൈമില്ല. ഇപ്പം ശ്രമിച്ചാൽ ലിസ്റ്റിൽ കയറാം. ഇന്നത്തെ എഫേർട്ടാണ് നാളത്തെ റിസൾട്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇനി കളയാൻ സമയമില്ലെന്ന് പറഞ്ഞാൽ ഒട്ടും സമയമില്ല. മാക്സിമം വർക്ക് ചെയ്യുക. നമ്മൾ പ്രിലിംസിന് കയറുക. പ്രിലിംസിന് കയറിയാലേ ബെക്കോ LDCക്കും LGSനും നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. അപ്പം ഇനിയുള്ള 80 ദിവസം കണക്കൂട്ടി കഴിഞ്ഞാൽ നാളെ മുതൽ 80 ദിവസത്തേക്ക് ഞാൻ എൻ്റെ മാക്സിമം ചെയ്യും. പിന്നെ ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല എന്ന് പറയുക, നിങ്ങൾ ഈ ആഴ്ച പഠിക്കുന്നത് റിവൈസ് ചെയ്യുക. അടുത്ത ആഴ്ച ഈ ആഴ്ച മാക്സിമം നിങ്ങൾ എത്ര റിവിഷൻ ചെയ്യുന്നു അത്രയും നിങ്ങൾക്ക് തറവാകും. പിന്നെ ഈ പ്രിലിംസിനോ ഇതിനോ മുൻകൂട്ടി പറയാം, അത്രയും വർക്ക് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും ടെൻഷൻ അടിക്കണ്ട. നമുക്ക് LDC 2027 നോട്ടിഫിക്കേഷൻ വരുവാണ്. അതിൻ്റെ അകത്ത് നിങ്ങൾ ഉറപ്പായിട്ടും കയറും. എങ്കിലും നമുക്ക് ഇതിന് കയറാൻ വേണ്ടിയാണ് പഠിക്കുന്നത്. അപ്പം ഞാൻ ഇതിന് കയറും, എന്നെക്കൊണ്ട് കഴിയും. ആദ്യത്തെ 50 അല്ലെങ്കിൽ 100 ഇതിൻ്റെ അകത്ത് ഞാൻ കാണുമെന്ന് വിചാരിച്ച് തന്നെ നിങ്ങൾ പഠിക്കുക. എങ്കിലേ നിങ്ങൾക്ക് ലിസ്റ്റിൽ കയറാൻ പറ്റത്തുള്ളൂ. ഒന്നും വിചാരിക്കണ്ട. നിങ്ങൾ ഒരുപാട് പേര് എഴുതുന്നുണ്ട്, ഇന്നലെ പഠിച്ചു തുടങ്ങി പഠിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഒരുപാട് പഠിച്ച ആൾക്കാരുണ്ട്. ഈശ്വര എത്ര ദിവസം മുന്നേ വർക്ക് ചെയ്യാം, അതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ഇന്ന് മുതൽ ഇടുന്ന എഫേർട്ട് പൂർണ്ണമായും സത്യസന്ധമായും നിങ്ങൾ കഷ്ടപ്പാട്ടുമാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ നിങ്ങൾ ആരെയും നോക്കണ്ട. നിങ്ങളായിട്ട് എഫേർട്ട് ഇടുക. ഈ 80 ദിവസം കൊണ്ട് പ്രിലിംസ് ഒക്കെ സുഖമായിട്ട് പാസ്സാകാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ശ്രമിച്ചു നോക്കുക. ഉറപ്പായിട്ടും പറ്റും. അത് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നാളെ മുതൽ ഞാൻ ഷോർട്സ് ആയിട്ട് എന്തൊക്കെ പഠിക്കുന്നുള്ളത് ഇടുന്നുണ്ട്. അതും കൂടി താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. അല്ലാതെ നിങ്ങളുടെ ടൈം അനുസരിച്ച് നിങ്ങൾ ടൈം ടേബിൾ തയ്യാറാക്കി പഠിക്കുകയാണെങ്കിൽ അതും നല്ലതാണ്. അപ്പോൾ താങ്ക് യു ഓൾ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.